Good morning to all. I'm Sindhu. അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ നമുക്ക് ഫോട്ടോസിന്തസിസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും നോക്കാം. ഫോട്ടോസിന്തസിസ് ഈസ് ദി ബയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ക്ലോറോഫില്ലറ്റ് ഓർഗാനിസം synthesis nutrients from CO2 and water with the help of solar energy, chlorophyll and other pigments. സോളാർ എനർജിയുടെയും ക്ലോറോഫില്ലിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പിഗ്മെൻസിൻ്റെയും ഹെൽപ്പോടുകൂടി കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും വാട്ടറിൽ നിന്നും ക്ലോറോഫില്ലറ്റ് ഓർഗാനിസം ന്യൂട്രിയൻസിനെ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസിന്തസിസിൻ്റെ ഫാക്ടേഴ്സ്, അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിനെ പറ്റി നോക്കാം. അത് രണ്ട് ടൈപ്പ് ഫാക്ടേഴ്സാണുള്ളത്, എക്സ്റ്റേണലും ഇൻറ്റേർണലും. അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻറ്റൻസിറ്റി, ക്വാളിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ഇലുമിനേറ്റിംഗ് ലൈറ്റ്, അവൈലബിലിറ്റി ഓഫ് O2 ആൻഡ് CO2, O2 കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ എക്സെട്ര. പ്രകാശത്തിൻ്റെ തീവ്രതയും അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ ദൈർഘ്യവും പിന്നെ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ലഭ്യത, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് ഫോട്ടോസിന്തസിസിനെ എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീനെയും ക്വാളിറ്റീനെയും അതിൻ്റെ ഡ്യൂറേഷനും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഈ ഫോട്ടോസിന്തസിസ് ഈ മൂന്നെണ്ണത്തിനെയും, അതിൻ്റെ ലൈറ്റിൻ്റെ തീവ്രതയെയും ഗുണനിലവാരത്തിനെയും അതിൻ്റെ ദൈർഘ്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. പൊതുവെ നോക്കുമ്പോൾ ഫോട്ടോസിന്തറ്റിക് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി അപ് ടു ആൻ ഒപ്റ്റിമം ലെവൽ. അതായത് ഫോട്ടോസിന്തറ്റിക് റേറ്റ് ഒരു ഒപ്റ്റിമം ലെവൽ വരെ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണെന്നാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ നോക്കേണ്ട ഒരു ടേമാണ് ലൈറ്റ് സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഫോട്ടോസിന്തറ്റിക് റേറ്റ് മാക്സിമം ആവുന്ന ഒപ്റ്റിമം ലൈറ്റ് ഇൻറ്റൻസിറ്റിനെ നമ്മൾ ലൈറ്റ് സാച്ചുറേഷൻ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മറ്റൊരു വിധത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശ സംശ്ലേഷണ നിരക്ക്, അതായത് ഫോട്ടോസിന്തറ്റിക് റേറ്റ് പരമാവധിയുള്ള പ്രകാശത്തിൻ്റെ തീവ്രതയെ ലൈറ്റ് സാച്ചുറേഷൻ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഈ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ, മച്ച് ഹയർ ദാൻ ദിസ്, ഇതിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ക്ലോറോഫില്ലിൻ്റെ ഫോട്ടോ ഓക്സിഡേഷനും അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് മെഷീനറീസിൻ്റെ ഡിസ്ട്രക്ഷനും കാരണമാകും. ഇതിനെയാണ് നമ്മൾ സോളറൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ വളരെ ലോ ലെവലായിട്ടുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അതുകൊണ്ട് തന്നെ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യില്ല. അതുപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ റേറ്റും വളരെ കുറവായിരിക്കും. നമ്മൾ പറയുന്ന ഫാക്ടർ അവൈലബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽ ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം കറസ്പോണ്ടിംഗ്ലി ഫോട്ടോസിന്തറ്റിക് റേറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ലോങ് ആസ് അതർ ഫാക്ടേഴ്സ് ആർ ഒപ്റ്റിമൽ ആൻഡ് നോൺ ലിമിറ്റിംഗ്. മറ്റുള്ള ഫാക്ടേഴ്സ് ഒപ്റ്റിമൽ ഫാക്ടേഴ്സും നോൺ ലിമിറ്റിംഗ് ഫാക്ടേഴ്സും ആയിരിക്കും. However, very concentration of CO2 is toxic to plants and it inhibits photosynthesis. പ്ലാന്റ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുണ്ടെങ്കിലും അതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടിക്കഴിഞ്ഞാൽ അത് പ്ലാന്റ്സിനെ ടോക്സിക് ആക്കാൻ കാരണമാവും. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ടെക്സ്റ്റിലുള്ള പോയിൻ്റാണ് ഇൻ സബ്മെർജ്ഡ് ഹൈഡ്രോഫൈറ്റ്സ് CO2 directly diffuses through the epidermis
and reaches the photosynthetic cells as carbonates by carbonates. സബ്പർച്ച്ഡ് ഹൈഡ്രോഫൈറ്റ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡയറക്റ്റ്ലി ഡിഫ്യൂസ് ചെയ്യും. എന്നിട്ടത് എപ്പിഡെർമിസ് വഴി ഫോട്ടോസിന്തറ്റിക് സെൽസിലേക്ക് എത്തിച്ചേരും. എന്നിട്ടത് കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും ആയിട്ട് മാറും. ലാൻഡ് പ്ലാന്റ്സിൻ്റെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്പൺ സ്റ്റൊമാറ്റ വഴി പ്ലാന്റ് ബോഡിയിലേക്ക് കയറും. സണ്ണി ഡേറ്റ്സിൽ ഈ സ്റ്റൊമാറ്റ മേ ബി ക്ലോസ്ഡ് ആയിരിക്കും. അതിന് കാരണം എന്താണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടിന്യൂസ് അബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് കൺസിഡറബിളി റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഓർ ടോട്ടലി ഇൻഹിബിറ്റ്സ് ഇറ്റ്. അണ്ടർ ഫീഡ് കണ്ടീഷൻ ഇൻ ക്ലിയർ സണ്ണി സമ്മർ ഡേയ്സ് CO2 may serve as limiting factors in photosynthesis. ഫോട്ടോസിന്തസിസിൽ സണ്ണി സമ്മർ ഡേയ്സിൽ CO2 ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് പറയുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് O2. യൂഷ്വലി ഓക്സിജൻ ഹാസ് ആൻ ഇൻവേഴ്സ് റിലേഷൻ വിത്ത് ഫോട്ടോസിന്തസിസ്. ഓക്സിജന് ഫോട്ടോസിന്തസിസുമായിട്ട് ഒരു ഇൻവേഴ്സ് റിലേഷനാണ് ഉണ്ടാവുക. കാരണം very high concentration of oxygen in plants normally increases respiratory rate and decreases photosynthetic activity. പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ഓക്സിജൻ്റെ ഹൈ കോൺസെൻട്രേഷൻ റെസ്പിറേറ്ററി റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റീനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫോട്ടോസിന്തസിസും ഓക്സിജനും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷനാണ് ഉള്ളതെന്ന്. The inhibition of photosynthesis by high oxygen concentration is called Warburg effect. It is believed to be due to photorespiration, which take place in high intensity light, high temperature and high oxygen concentration. അതായത് ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റിൻ്റെയും പ്രസൻസിൽ മാത്രമേ ഈ എഫക്റ്റ് നടക്കത്തുള്ളൂ. ഡ്യൂറിങ് ഇറ്റ് ഓക്സിജൻ കമ്പീറ്റ്സ് വിത്ത് CO2 ഫോർ ദ ഓക്സിഡേഷൻ of RUBP. This lowers the rate of CO2 fixation. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ്. The effect of temperature on the rate of photosynthesis varies from plant to plant. അതായത് ഫോട്ടോസിന്തസിസ് റേറ്റിൽ ടെമ്പറേച്ചർ ഉണ്ടാക്കുന്ന സ്വാധീനം ഓരോ പ്ലാന്റ്സിലും വ്യത്യസ്തമായിട്ടിരിക്കും. Some bacteria and blue-green algae carried out photosynthesis at a temperature as high as 70 degrees Celsius, while many of conifers carried out photosynthesis even at -6 degrees Celsius. For most plants, the optimum temperature for photosynthesis range between 20 degrees and 35 degrees Celsius. മോസ്റ്റ് പ്ലാന്റ്സിലും ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രിയും 35 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. ടെമ്പറേച്ചർ മേ നോട്ട് ഹാവ് എനി എഫക്റ്റ് ഓൺ ദ ഫോട്ടോകെമിക്കൽ പാർട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൻ്റെ ഫോട്ടോകെമിക്കൽ പാർട്സിൽ ടെമ്പറേച്ചർ ചിലപ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ബട്ട് ആസ് എ പ്രൊഫൗണ്ട് എഫക്റ്റ് ഓൺ ദ എൻസൈം കൺട്രോൾഡ് റിയാക്ഷൻ ഓഫ് ദ കാൽവിൻ സൈക്കിൾ. എന്നാൽ കാൽവിൻ സൈക്കിളിൽ എൻസൈം കൺട്രോൾ റിയാക്ഷനിൽ ഒരു പ്രൊഫൗണ്ട് എഫക്റ്റ് ഈ ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടറാണ്. ലെസ് ദാൻ 1% ഓഫ് വാട്ടർ അബ്സോർബ്ഡ് ബൈ എ ലാൻഡ് പ്ലാന്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഒരു ലാൻഡ് പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിൻ്റെ 1% മാത്രമാണ് ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്നത്. എ ഡിക്രീസ് ഇൻ ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് ലീവ്സ് റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. വാട്ടർ കണ്ടൻറ്റിൻ്റെ കുറവ് ഫോട്ടോസിന്തസിസ് റേറ്റ് റെഡ്യൂസ് ചെയ്യും. This reduction in the photosynthetic rate is due to the closing of stomata and the dehydration of photosynthesis, dehydration of protoplasm. ഈ റിഡക്ഷൻ വരാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ, അതായത് ഫോട്ടോസിന്തറ്റിക് റേറ്റിലെ റിഡക്ഷൻ വരാനുള്ള കാരണം സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഡീഹൈഡ്രേഷനാണ്. ക്ലോസർ
of stomata result in a decrease in carbon dioxide absorption. അതായത് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അബ്സോർപ്ഷൻ കുറയും. ആൻഡ് ഡീഹൈഡ്രേഷൻ ഓഫ് പ്രോട്ടോപ്ലാസം വിച്ച് അഡ്വേഴ്സ്ലി എഫക്റ്റ് ഓഫ് എൻസൈം ആക്ഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോട്ടോസിന്തസിസിനെ എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അത് ഏതൊക്കെയായിരുന്നു? ഇൻറ്റൻസിറ്റി, quality and duration of light, availability of CO2, concentration of O2, temperature, availability of water. ഇത്രയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. The major internal factors that control the rate of photosynthesis are the age, anatomy, chlorophyll content, and the enzymes of leaves, the presence of phytohormones and some chemicals, and the rate of product accumulation in them, etc. ഫസ്റ്റ് നമുക്ക് ഏജ് ഓഫ് ലീഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആസ് ലീവ്സ് മെച്യൂർ ആവുന്ന സമയത്ത് ഫോട്ടോസിന്തസിസ് റേറ്റ് ഇൻക്രീസ് ചെയ്യും ഗ്രാജുവലി ആൻഡ് റീച്ചസ് മാക്സിമം ആൻഡ് അറൗണ്ട് ഇറ്റ്സ് മെച്യൂരിറ്റി. അത് പിന്നീട് അതിൻ്റെ മാക്സിമം മെച്യൂരിറ്റിയിൽ എത്തുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് ഫോളോഡ് ബൈ എ ഫാൾ ഇൻ ഫോട്ടോസിന്തറ്റിക് റേറ്റ് വിത്ത് ഏജിങ്. ആ ലീഫ് മെച്യൂർഡായി പിന്നീട് അത് കൂടുതൽ ഏജിലെത്തുമ്പോൾ ഈ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അനാട്ടമി ഓഫ് ലീഫാണ്. ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്പർ, സ്ട്രക്ചർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ, the size, distribution of intracellular spaces, the relative proportions and distribution of palisade and spongy tissues, the thickness of cuticular layer and the size and distribution of the vascular tissues. അതായത് ഈ ഫോട്ടോസിന്തസിസിനെ ചിലപ്പോഴൊക്കെ തന്നെ ലീഫിൻ്റെ നമ്പറും സ്ട്രക്ചറും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റയും സൈസും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻട്രസെല്ലുലാർ സ്പേസ്, റിലേറ്റീവ് പ്രൊപ്പോർഷൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാലിസൈഡ്സ്, സ്പോഞ്ചി ടിഷ്യൂസ്, ഇതൊക്കെ തന്നെയും ഈ ഫോട്ടോസിന്തറ്റിക് റേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ലീവ്സ് വിത്ത് ക്രാൻസ് അനാട്ടമി ആർ വെരി എഫിഷ്യൻറ്റ് ഇൻ ഫോട്ടോസിന്തസിസ്. ക്രാൻസ് അനാട്ടമി ഫോട്ടോസിന്തസിൽ വെരി എഫിഷ്യൻ്റ് ആണ്. ദേ എക്സിബിറ്റ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ബിറ്റ്വീൻ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ബണ്ടിൽ ഷീത്ത് സെൽസ് ആൻഡ് മീസോഫിൽ സെൽസ്. നെക്സ്റ്റ് പറയുന്നത് ക്ലോറോഫിൽ കണ്ടൻ്റ് ആണ്. ക്ലോറോഫിൽ ഈസ് മോസ്റ്റ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലെ ഏറ്റവും മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ലാക്കിംഗ് ഇൻ ക്ലോറോഫിൽ ഓർ അഫക്റ്റഡ് ബൈ ക്ലോറോസിസ് ആർ അണേബിൾ ടു ക്യാരീഡ് ഔട്ട് എഫക്റ്റീവ് ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സിൽ ക്ലോറോഫിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് നടക്കില്ല. നോർമലി ഫോട്ടോസിന്തറ്റിക് റേറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ക്ലോറോഫിൽ കണ്ടൻറ്റ്. നോർമലി ഫോട്ടോസിന്തറ്റിക് റേറ്റ് ക്ലോറോഫിൽ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫോട്ടോസിന്തറ്റിക് റേറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇഫ് ഓൾ അതർ കണ്ടീഷൻ ആർ ഒപ്റ്റിമൽ. ദ ക്വാണ്ടിറ്റി ഓഫ് CO2 fixed by 1 gram of chlorophyll in a unit time of 1 hour is called photosynthetic number or assimilation number. Usually it is different for different species but constant for every species. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എൻസൈം ആക്ഷനെ പറ്റിയിട്ടാണ്. എൻസൈം ആക്ഷൻ. Photosynthetic rate is directly related to the rate of enzyme action. So when the photosynthetic enzymes are most active, the rate of photosynthesis will be high. Photosynthetic enzymes എപ്പോഴാണ് മോസ്റ്റ് ആക്റ്റീവ് ആവുന്നത് ആ ടൈമിൽ ഫോട്ടോസിന്തറ്റിക് റേറ്റ് വിൽ ബി ഹൈ, കൂടുതലാവും. ദ ആക്റ്റീവ് ഓർ ഇൻആക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് എൻസൈംസ് ആക്റ്റീവ് അല്ലാത്തതോ അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് ഓൺ എ നമ്പർ ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അത് കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെയും ആശ്രയിക്കുന്നുണ്ട്. സച്ച് ആസ് ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ വാട്ടർ കണ്ടൻറ്റ്, pH എക്സെട്ര. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫൈറ്റോ ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. ദർ ഈസ് എവിഡൻസ് ടു ഷോ ദാറ്റ് ഫൈറ്റോ hormones, gibberellins and cytokinins stimulate
ഫോട്ടോസിന്തസിസ്. സൈറ്റോകൈനിൻസും ജിബർലിൻസും ഫോട്ടോസിന്തസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കെമിക്കൽസ് ആണ്. ദ കെമിക്കൽസ് വിച്ച് ക്യാൻ ആക്ട് ആസ് എ എൻസൈം ഇൻ ആക്ടിവേറ്റേഴ്സ് വെരി ഓഫ്റ്റൻ ഇൻഹിബിറ്റ് ഫോട്ടോസിന്തസിസ്. ഒരു എൻസൈമിന് ഒരു കെമിക്കലായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. ദ കെമിക്കൽ വിച്ച് ക്യാൻ ആക്ട് ആസ് എ എൻസൈം, കെമിക്കൽസിന് എൻസൈമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സൈനൈഡ്, H2S, ഹൈഡ്രോസൈലമിൻസ്, CO, chloroform, ethers, some herbicides, etc. act as a photosynthetic inhibitors. ഇവയൊക്കെ തന്നെ ഫോട്ടോസിന്തറ്റിക് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് അക്യുമുലേഷൻ ആണ്. Excessive accumulation of photosynthetic product in the photosynthetic tissue usually inhibit photosynthesis. അതായത് ഫോട്ടോസിന്തറ്റിക് ടിഷ്യൂവിൽ എക്സസീവായിട്ട് ഫോട്ടോസിന്തറ്റിക് പ്രൊഡക്ട്സ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് ഫോട്ടോസിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ കാരണമാക്കുന്നുണ്ട്. ദിസ് ഹാപ്പൻസ് വെൻ ദർ ട്രാൻസ്ലൊക്കേഷൻ ഓർ യൂട്ടിലൈസേഷൻ ബിക്കം സ്ലോ, ഇൻറ്ററപ്റ്റഡ് ഓർ ഇൻഹിബിറ്റഡ്. ഇതെപ്പോഴാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലൈസേഷനൊക്കെ സ്ലോ ആവുന്ന സമയത്തും ഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സമയത്തുമായിരിക്കും. പിന്നെ പറയുന്നത് ദ ലൈറ്റ് സാച്ചുറേഷൻ പോയിന്റ് ഈസ് വെരി ഹൈ ഇൻ ഹീലിയോഫൈറ്റ്സ് ആൻഡ് ലോ ഇൻ സിയോഫൈറ്റ്സ്. ഹീലിയോഫൈറ്റ്സ് എന്ന് പറയുന്നത് സൺ പ്ലാന്റ്സ് ആണ്, അതായത് സൺ റീജിയൻസിലൊക്കെ വളരുന്ന പ്ലാന്റ്സ്. ആ പ്ലാന്റ്സിൽ ലൈറ്റ് സാച്ചുറേഷൻ പോയിന്റ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ സിയോഫൈറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവായിരിക്കും. സിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡി പ്ലാന്റ്സ്, ഷെയ്ഡി റീജിയൻസിലൊക്കെ വളരുന്ന പ്ലാന്റ്സ്. At light saturation point, the rate of photosynthesis is nearly 20 times faster than the rate of respiration. ഇവിടെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ലൈറ്റ് സാച്ചുറേഷൻ പോയിന്റിൽ ഫോട്ടോസിന്തറ്റിക് റേറ്റ് ഓഫ് റെസ്പിറേഷനേക്കാളും 20 മടങ്ങ് വേഗതയിലായിരിക്കും അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിരിക്കും. However, in the twilight hours of morning and evening, both these are almost equal. എന്നാലും twilight hours of morning and evening, സൺസെറ്റിൻ്റെയും സൺറൈസിൻ്റെയും ഒക്കെ ടൈമിലാകുമ്പോൾ ഈ റേറ്റ് ഓഫ് റെസ്പിറേഷനും ഫോട്ടോസിന്തറ്റിക് റേറ്റും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് വിച്ച് ദ ഫോട്ടോസിന്തറ്റിക് റേറ്റ് ഈസ് ഈക്വൽ ടു ദ റെസ്പിറേറ്ററി റേറ്റ് ഈസ് കോൾഡ് ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ് ഓർ കാർബൺ ഡയോക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ്. അതായത് റെസ്പിറേറ്ററി റേറ്റും ഫോട്ടോസിന്തറ്റിക് റേറ്റും ഈക്വൽ ആകുന്ന ആ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ആ പോയിന്റിനെ ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ള ടേമാണ് ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ ദ എമൗണ്ട് ഓഫ് CO2 ടേക്കൺ ഇൻ ആൻഡ് യൂസ്ഡ് അപ്പ് ഇൻ photosynthesis is equal to the amount of CO2 given out during respiration. ഇവിടെ എന്താണ് പറയണമെന്നുണ്ടെങ്കിൽ റെസ്പിറേഷൻ്റെ സമയത്ത് നമുക്ക് പുറത്തേക്ക് തന്ന എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ആ അത്രയും അളവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് നമ്മൾ എടുക്കുകയും യൂസ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ഇവിടെ പറയുന്നത്. The rate of photosynthesis is directly proportional to the quality of the illuminating light. It will be highest in red light. Red light ആവുന്ന സമയത്ത് അത് ഹൈ ആയിരിക്കും. ബ്ലൂ ആവുന്ന സമയത്ത് സ്ലൈറ്റ്ലി ലോവർ ആയിരിക്കും. ഗ്രീൻ ആവുന്ന സമയത്ത് ലോവസ്റ്റ് ആയിരിക്കും. Usually the rate of photosynthesis is greater in intermittent or flash illumination than in continuous illumination. This is because intermittent light would promote dark reaction and the maximum utilization of the ATP and NADPH produced during light reaction. ഇനി നമുക്ക് പറയാനുള്ളത്
ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അതിൽ ഫസ്റ്റ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻ റിലേഷൻ ടു ഫോട്ടോസിന്തസിസ്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സിന് ഫോട്ടോസിന്തസിസുമായിട്ടുള്ള റിലേഷനെ പറ്റിയിട്ടുള്ള ലോ ആണ് ഫസ്റ്റ് പറയുന്നത്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു എൻവിറോൺമെൻറ്റ് ഫാക്ടറാണ്. അതിന് എന്താ പറയുക, ഓർഗാനിസത്തിൻ്റെ ലൈഫിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാൻ കഴിയും, അതായത് ഗുണകരമായിട്ട് സ്വാധീനിക്കാൻ കഴിയും. അതായത് ആ ഓർഗാനിസത്തിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എപ്പോഴാണോ വളരെ കൂടുതലാകുന്നത് അല്ലെങ്കിൽ വളരെ കുറവാകുന്നത്, ആ സമയത്ത് ഇവയ്ക്ക് ഓർഗാനിസത്തിനെ കൂട്ടാനും കുറയ്ക്കാനും എന്നിട്ട് അതിനെ ആ ഒരു കോൺസെൻട്രേഷനെ ലിമിറ്റ് ചെയ്യാൻ കഴിയും. പറ്റ കൂട്ടാതെയും എന്നാൽ പറ്റ കുറയ്ക്കാതെയും ആക്കിയിട്ട് അതിനെ ഒരു ലിമിറ്റ് ചെയ്യാൻ കഴിയും ഈ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിന്. സാക്ക് പ്രപ്പോസ് ചെയ്തൊരു കൺസെപ്റ്റാണ് കൺസെപ്റ്റ് ഓഫ് 3 കാർഡിനൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനെ അക്വേർഡ് ചെയ്ത് നോക്കുമ്പോൾ ഫോട്ടോസിന്തസിസിനെ എല്ലാ ഫാക്ടേഴ്സിനും ഓരോ ഫാക്ടേഴ്സിനും ഫോട്ടോസിന്തസിസുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്, അതായത് മാക്സിമം, മിനിമം, ഒപ്റ്റിമം എന്ന് പറഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ എല്ലാ സ്പീഷീസിലും ഒരു there may be a minimum temperature below which photosynthesis does not occur. അതായത് ഒരു സ്പീഷ്യസ് എടുത്ത് നോക്കുമ്പോൾ ആ സ്പീഷ്യസിൽ ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ടാവും, പക്ഷേ ആ മിനിമം ടെമ്പറേച്ചറിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. എന്നാൽ മാക്സിമം ലെവലിലാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസിന്തസിസ് ഫെയിൽ ടു ഒക്കർ, അതായത് അത് ആ പ്രോസസ്സ് ഫോട്ടോസിന്തസിസ് നടക്കാൻ സാധ്യത ഉണ്ടാക്കില്ല. എന്നാൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് മാക്സിമം ലെവലിലെത്തും ചെയ്യും, അതായത് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും ഫോട്ടോസിന്തസിസ്. അപ്പോൾ അതാണ് ഈ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻ റിലേഷൻ ടു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് 3 കാർഡിനൽ പോയിൻറ്റ്സ് ആണ് മാക്സിമം, മിനിമം, ഒപ്റ്റിമം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസിന്തസിസിന് ഫാക്ടേഴ്സുമായിട്ട് ഉള്ള റിലേഷൻ എന്ന് പറയുന്നത് മാക്സിമം, മിനിമം, ഒപ്റ്റിമം എന്ന് പറയുന്നതാണ്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സിന് ഓർഗാനിസത്തിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റീനെ ലിമിറ്റ് ചെയ്യാൻ കഴിവുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയണത് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ദ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ബ്ലാക്ക്മാൻ in 1905. It holds that when a biological process is under the control of several factors, ഒരു ബയോളജിക്കൽ പ്രോസസ്സ് സെവറൽ ഫാക്ടേഴ്സിൻ്റെ കൺട്രോളിലാകുമ്പോൾ its rate will be determined by any factor that is needed in minimal quantity or poor quality. അതായത് അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും ഏതെങ്കിലും ഒരു ഫാക്ടറിന് മിനിമം ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ പ്യുവർ ക്വാളിറ്റിയോ വേണ്ടതായിട്ട് ഉണ്ടോയെന്ന്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ റേറ്റ് ഓഫ് ബയോളജിക്കൽ പ്രോസസ് ഈസ് ലിമിറ്റഡ് ബൈ ദ പേസ് ഓഫ് ദ സ്ലോവസ്റ്റ് ഫാക്ടർ. The slowest factor is the factor which is available in less amount than what is actually required. അതായത് ഒരു സ്ലോവസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് is the factor which is available in less amount than what is actually required. എത്രയാണോ നമുക്ക് മീൻസ് ആക്ച്വലി നമുക്ക് വേണ്ട ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് അവൈലബിൾ ആക്കുന്ന ഫാക്ടറാണ് സ്ലോവസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓർ ലോവർ ക്വാളിറ്റി when all other factors are optimal in quantity and quality. Sunlight, CO2, water, etc. can act as limiting factors in photosynthesis. സൺലൈറ്റിനും കാർബൺ ഡൈ ഓക്സൈഡിനും വാട്ടറിനും പിന്നെ അതുകൂടാതെ മറ്റ് ചില ഫാക്ടേഴ്സിനും ഫോട്ടോസിന്തസിസിൽ ലിമിറ്റിംഗ് ഫാക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ അബണ്ടൻസ് ആൻഡ് അവൈലബിലിറ്റി. അത് അവരുടെ അബണ്ടൻസും അതിൻ്റെ അവൈലബിലിറ്റിയും കാരണം
അതിനെ ആശ്രയിച്ചിട്ടാണ് ഇവയ്ക്ക് ലിമിറ്റിംഗ് ഫാക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്നത്. വെൻ ദ അവൈലബിലിറ്റി ഓഫ് CO2 ആൻഡ് വാട്ടർ ഈസ് ഹൈ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും അവൈലബിലിറ്റി കൂടുതലാകുമ്പോൾ ബട്ട് ലൈറ്റ് ഈസ് വെരി ഡിം ആൻഡ് ഡിഫ്യൂസ്ഡ്. അങ്ങനെ ആവുന്ന സമയത്ത്, അതായത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും വളരെ കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, പക്ഷെ ലൈറ്റ് വളരെ ഡിമ്മും ഡിഫ്യൂസ്ഡ് ആയിരിക്കും. ലൈറ്റ് ബിക്കംസ് ലിമിറ്റിംഗ് ഫാക്ടർ ആൻഡ് ഇറ്റ് കൺട്രോൾസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ആ ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടറായിട്ടും അത് ഫോട്ടോസിന്തസിസിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഫാക്ടേഴ്സാണ്, എക്സ്റ്റേണലും ഇൻറ്റേർണലും. അതിൽ എക്സ്റ്റേണലിൽ വരുന്നത് 5 എണ്ണവും ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ വരുന്നത് 7 എണ്ണമാണ്.